നമ്മൾ ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഒരാഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും അതിൽ ഫിഷ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഫിഷ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള 2 ഉപയോഗങ്ങളുണ്ട്. അതായത് ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള പ്രോട്ടീനാണ് ഫിഷിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോഗ്സിൻ്റെ സ്കിൻ ആൻഡ് കോട്ട് ഡെവലപ്മെൻറ്റിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമുള്ളൊരു സംഭവമാണ് ഒമേഗ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒമേഗ 3, 6, 9 തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഈ ഫിഷിലാണ്. അതുപോലെ തന്നെ ഡോഗിൻ്റെ ഡയറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഒരു 2 കാര്യങ്ങളാണ്. ഒന്ന് ചീര, അതുപോലെ തന്നെ ജിഞ്ചർ. ഈ ചീര കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ കണ്ണിന് ഭയങ്കര നല്ലതാണ് ചീര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ബ്ലോട്ടിങ്, ഗ്യാസ് ട്രബിൾസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജിഞ്ചർ അതിനും ഹെൽപ്പ് ചെയ്യും ഡോഗ്സിന്. അപ്പോൾ ഈ ജിഞ്ചർ കൊടുക്കുന്നതിൻ്റെ അടുത്തൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോഗ്സിൻ്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ഭയങ്കരമായിട്ട് ജിഞ്ചർ ബൂസ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഈ പെറ്റ് ഫുഡ് അല്ലെങ്കിൽ ഈ ഹോംലി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ പോലത്തെ സ്മെല്ല്, ഡോഗിൻ്റെ ഫേസിലുണ്ടാകുന്ന സ്മെല്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആരെങ്കിലും ഡ്രൈ ഫുഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പോവുകയാണെങ്കിൽ ഈ കണ്ടൻസ് എല്ലാം അടങ്ങിയ ഡ്രൈ ഫുഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള ഒരു 2-3 ബ്രാൻഡുകൾ ഞങ്ങൾ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ കാണിച്ചു തരാം. അപ്പോൾ ഡോഗ്സിന് ഡ്രൈ ഫുഡ് കൊടുക്കുന്ന ആളുകൾക്ക് ഈ 3 ഓപ്ഷൻസ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഇപ്പോൾ നിങ്ങൾ വീട്ടിലാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ജിഞ്ചർ, അതല്ലെങ്കിൽ ചീര, അതല്ലെങ്കിൽ ഫിഷ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ ഫീഡിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടെ ശ്രദ്ധിക്കുക.